അങ്ങനെ അള്ളി വീശ് ഇട്ടോ അങ്ങോട്ട്. അയ്യോ ഭിത്തിക്ക് നോവും. കുറച്ചുകൂടി എടുത്തോ, കുഴപ്പമില്ല. ആക്രമിക്കൂ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനുള്ളത് തൃശ്ശൂർ വെട്ടുകാടാണ്. അപ്പോൾ ഞാനിവിടെ വന്നിരിക്കുന്നത് നമ്മളൊരു കാളാഞ്ചി മീനിനെ തൃശ്ശൂർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. ഒരു 2 കിലോ ആണ് മീൻ. മീൻ വാങ്ങിച്ചു കൊടുത്ത മക്കളെ. ഇത് നമ്മൾ കനലിൽ ചുടാൻ വേണ്ടി പോവാണ്. മോൻ്റെ പേര് പറഞ്ഞേ? ശ്രീരാമ. മോൻ്റെ ശ്രീഹരി ശ്രീരാമും ഉണ്ട്. പിന്നെ നമ്മുടെ കൂടെ രാമേട്ടനുണ്ട്, നമ്മുടെ പഴയ അക്ഷയ് ഉണ്ട്. ഈ സ്ഥലം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ 1 കൊല്ലം മുമ്പ് ഇതേ സ്ഥലത്തൊരു മീൻകറി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒരു ഹായ് കൊടുത്തേ. അപ്പം നമ്മൾ കാളാഞ്ചിനെ മാർക്കറ്റിൽ നിന്ന് മേടിക്കുമ്പോൾ തന്നെ നമുക്ക് ഇതൊക്കെ അത്യാവശ്യം ക്ലീൻ ചെയ്ത് തന്നിട്ടുണ്ട്. ഇന്ന് കഴുകി വൃത്തിയാക്കി എടുത്താൽ മതി. അപ്പോൾ ഇതിന് നമ്മൾ കനലിൽ ചൂടാൻ വേണ്ടി പോവുകയാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ വഴി തന്നെ പറയാം. നമുക്ക് ആദ്യം വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ. അപ്പോൾ നമുക്ക് ഇന്ന് ആവശ്യമുള്ള സാധനങ്ങൾ എന്താണെന്ന് നോക്കാം. മല്ലിയില, പെരിഞ്ചീരകം പൊടിച്ചത്, ഇഞ്ചി, കരിവേപ്പില, നാരങ്ങ, ഉപ്പ്, വെളിച്ചെണ്ണ, പച്ചമുളക്, ചെറിയുള്ളി, വെളുത്തുള്ളി, കുരുമുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ, മുളക് പൊടി. ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്. നമ്മൾക്ക് ആദ്യം ഈ മല്ലിയില, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടി മിക്സിയിലൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം കേട്ടോ. അതിന് ശേഷം ബാക്കിയുള്ള സാധനങ്ങൾ ചേർക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. രാമേട്ടൻ അക്ഷയും പിള്ളേരെല്ലാവരും കൂടിയിട്ട് ഇതാ മിക്സിയിൽ അടിച്ചെടുക്കേണ്ട സാധനങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും നമുക്കിതാ സുന്ദരക്കുട്ടപ്പനെ ഒന്ന് കുളിപ്പിച്ച് അങ്ങോട്ട് എടുക്കാം. നല്ല വൃത്തിയാക്കിയിട്ട് വരാം കേട്ടോ. നമുക്ക് കുളിപ്പിച്ചാലോ? സെറ്റല്ലേ? വാ. ഇനി നമ്മൾ മസാല തേക്കാൻ വേണ്ടിയിട്ട് മീനിനെ നന്നായിട്ടൊന്ന് വരഞ്ഞ് അങ്ങോട്ട് എടുക്കുക. 2 സൈഡ് കൂട്ടാ. അവിടെ പയ്യന്തേ മിക്സിയിൽ അടിച്ചിട്ടുള്ള സാധനങ്ങളായിട്ട് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെയുള്ള മിക്സിയിൽ സാധനങ്ങൾ അടിച്ചു വന്നിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ടു. കാശ്മീരി ചില്ലിയാണ് ഇപ്പോൾ ഇട്ടത് കേട്ടോ. നമ്മുടെ ചില്ലി പൗഡർ ഇടുക. നിങ്ങൾക്ക് എങ്ങനെയാണ് എരിവ് കാര്യങ്ങളൊക്കെ വേണ്ട അതിനനുസരിച്ചിട്ടാണ് നിങ്ങൾ ഇടേണ്ടത്. നമുക്ക് ആവശ്യമുള്ളതിന് ഇപ്പോൾ 2 കിലോ മീനാണുള്ളത്, അതിനനുസരിച്ചുള്ളത് എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ആട്ടിയ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് പെരിഞ്ചീരകം കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. കുരുമുളക് പൊടി, നാരങ്ങ ഒരു പകുതി മതി കേട്ടോ. ഒരു നാരങ്ങയുടെ പകുതി നീരെടുക്കുക. ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പെടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ മസാലയെല്ലാം മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മീനിലേക്ക് അങ്ങോട്ട് തേച്ച് ഇങ്ങോട്ട് കൊടുക്കാം. അങ്ങനെ അള്ളി വീശ് ഇട്ടോ അങ്ങോട്ട്. അയ്യോ ഭിത്തിക്ക് നോവും. കുറച്ചുകൂടി എടുത്തോ, കുഴപ്പമില്ല. ഇട്ട് രാജാവേ കുറച്ചുകൂടി.
എല്ലാ ഗ്യാപ്പിലും വരുന്ന രീതിയിൽ ഫില്ല് ചെയ്ത് കൊടുക്കണം കേട്ടോ. തിരിച്ചിട്ടുണ്ട്. തേച്ച് കൊടുക്കും മുത്തേ, മൊത്തത്തിൽ അങ്ങോട്ട് പോട്ടങ്ങട് ഇങ്ങോട്ട് കുഞ്ചാരാ. ആഹാ സുന്ദര കൂട്ടപ്പല്ലേ പോച്ച് പാകത്തുമില്ല. മീനിന് കണ്ണു നീർന്ന് വിചാരിക്കണ്ട. ആ ഫുള്ള് മതി ഉണ്ണീൻ്റെ ഇടണ്ട മതിടാ. മൊത്തം മസാല ഇതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് തക്കാളിയും സബോളയും ഫില്ല് ചെയ്ത് കൊടുക്കാം. ആ സബോള കൊടുക്കണേ മൊത്തം കഴിക്കി വയറ് നിറഞ്ഞിരിക്കട്ടെ കേട്ടോ. ഇത് അപ്പുറത്ത് കൊടുക്കണേ, അപ്പുറത്തെ ചെയ്യേണ്ട അപ്പുറത്തേക്ക് എല്ലാം കൂടെ എടുക്കും. ഇവിടെ എടുത്തിട്ടുണ്ട്. ആ ഇത് കൊള്ളില്ലെന്നുണ്ട്. ഫുള്ളായി. ഓ വയറുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ മസാലയൊക്കെ തേച്ച് മീനെല്ലാം ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് മസാല പിടിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഒരു അരമണിക്കൂർ വെക്കാം. അപ്പോൾ അരമണിക്കൂർ വെക്കുന്ന സമയം കൊണ്ട് നമുക്ക് കനലുണ്ടാക്കുന്ന പരിപാടിക്ക് നോക്കാം. വിറകൊക്കെ കൊണ്ടുവന്ന് ഇവിടെ സെറ്റ് ചെയ്ത് തീയൊക്കെ ഉണ്ടാക്കണം. ഓക്കെ, അപ്പോൾ ആ പരിപാടിയിലേക്ക് നോക്കാം കേട്ടോ. വീശേ ഇത് നമ്മുടെ മീനിന് വാട്ടിയിട്ടുള്ള വാഴയിലയിൽ നന്നായിട്ട് പാക്ക് ചെയ്തെടുക്കുക. കരിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഫോയിൽ പേപ്പർ യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ നല്ല കനലായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ മീൻ ഇതേ ഫോൾഡ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്കത് കനലിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ഓക്കെ, അയ്യോ എന്ത് ചൂടാണ്. അപ്പോൾ നമുക്കൊരു അരമണിക്കൂർ ഈ കനലിൽ തന്നെ വയ്ക്കുക. പിന്നെ ഒരേ സൈഡ് തന്നെ ഇടരുത് കേട്ടോ. മീനായതുകൊണ്ട് അധികം വേവാൻ നിൽക്കരുത്. ഒരു സൈഡ് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് സൈഡ് മറിച്ചിട്ട് രണ്ട് സൈഡ് ഒപ്പം വേകുന്ന രീതിയിൽ സെറ്റ് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗം നന്നായിട്ട് കരിഞ്ഞു പോകും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് സൈഡ് മാറി മറിച്ചിടാൻ വേണ്ടി പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ കാളാഞ്ചി മീൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല രണ്ട് സൈഡും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് ഫോയിൽ പേപ്പറൊക്കെ കരിഞ്ഞു തുടങ്ങി, നല്ല സ്മെല്ലും വരുന്നുണ്ട്. ഇത് നമുക്ക് കനലിൽ നിന്ന് എടുത്തിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ കനലിൽ ചുട്ടെടുത്ത കാളാഞ്ചി കുട്ട റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് നോക്കാനാണ്. ടേസ്റ്റ് നോക്കുന്നതിന് മുമ്പ് നമ്മളൊരു 12 മണിക്ക് തുടങ്ങിയ പരിപാടിയാണ്. ഇപ്പോൾ 2:30 കഴിഞ്ഞു. ഇപ്പോൾ 2.5-3 മണിക്കൂർ ടൈമിൽ അധ്വാനമാണ്. അപ്പോൾ എല്ലാവരും തവിട്ട് പൊടിയായിട്ട് നിൽക്കുകയാണ്, വേർത്ത് കുളിച്ചിട്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി സെറ്റായതിനു ശേഷം നമുക്ക് ടേസ്റ്റ് നോക്കാം. ഓക്കെ, പോലെ എവിടാ? ഓക്കെ അക്ഷയ്. അപ്പോൾ നമ്മുടെ കാളാഞ്ചിൻ്റെ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ് ഫൈനലി.
ഞങ്ങളൊരു 2.5 മണിക്കൂർ എടുത്തു ഈ വെയിലത്ത് സാധനം ഒന്ന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. എല്ലാവരും ഇരിക്കുന്നുണ്ട് ടേസ്റ്റ് നോക്കാൻ. എല്ലാവരും ആകാംക്ഷയോടെ ഇരിക്കുന്നു. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. എല്ലാവരും വേർത്തും കുളിച്ചിട്ടുണ്ട്. ഫ്രഷൊക്കെ ആയിട്ടുണ്ട്, പക്ഷേ നല്ല ചൂടായ കാരണം വേർത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ടേസ്റ്റ് നോക്കാം. ആദ്യം ഫോയിൽ പേപ്പർ ഒന്ന് കട്ട് ചെയ്യാട്ടാ. വാഴയില പതുക്കെ. ഓ സാധനം ഇതാണ് നമ്മുടെ മുതല്. വാ, ഇനി നമുക്ക് ടേസ്റ്റാണ് നോക്കേണ്ടത്. അത് പതുക്കെ അങ്ങോട്ട് നോക്കിയേക്കല് കിടക്കുന്ന കിടപ്പ് കണക്കണ്ട. മുതല് സാധനം. അപ്പം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കുട്ടികളിൽ നിന്ന് ശ്രീഹരി തുടങ്ങാം. അല്ല, പൂ പോലെയാണ് വരുന്നത് കേട്ടോ. എങ്ങനെയുണ്ട് മക്കളെ? ഉപ്പ്, എരിവ്, മുളകെല്ലാം കറക്റ്റാണ്. എല്ലാം ടേസ്റ്റ് ഉണ്ട്. പിന്നെ നാരങ്ങ പിഴിഞ്ഞ ടേസ്റ്റ് എടുക്കറിയുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. കഴിച്ചേക്കണേ അടുത്ത് നോക്കി പറഞ്ഞേ. സൂപ്പർ. അക്ഷയ് രാമട്ടാ ആക്രമിക്കൂ. അപ്പോൾ നമ്മുടെ കാളാഞ്ചിയുടെ പരിപാടി തീർന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ 4 പേരും കൂടിയിട്ടാണ് 5 പേരും കൂടിയിട്ടാണ് സാധനം മെനക്കെട്ട് അങ്ങനെ ഇരുന്ന് സെറ്റ് ചെയ്തിട്ടുള്ളത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കുറേ പേര് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, കാണുന്നുണ്ട്. ദയവേത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ബായ്. ഒരു ബൈ എടുത്തേ. A few moments later.